ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇനി കല്യാണം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് മുഖമൊക്കെ ഒന്ന് സെറ്റാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുക്കത്തേക്ക് വരെ പോവാം കേട്ടോ. മുക്കത്ത് ബ്യൂട്ടി പാർലറിൽ പോവാണ്. ഫേസ് ഒന്ന് ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ജാബി കേട്ടോ പോകുന്നത്. കാക്കിയുണ്ട്, രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മക്കൾ സ്കൂളിൽ പോയതാണ് കേട്ടോ. പിന്നെ മുത്തൊന്ന് ലീവാക്കിയതാണ്. ഓന് ചെറുതായിട്ടൊരു പനി പോലെ തോന്നി, അപ്പം ഒന്ന് പോയില്ല ഓന്. അപ്പോൾ ഞങ്ങൾ മുക്കത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിലാട്ടോ വന്നത്. കാരണം ഞങ്ങൾക്ക് ABCD ഒന്നും അറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ച്. ഫേഷ്യലാണോ, ഫേഷ്യൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഞാൻ ഏതോ കാലം ചെയ്തതാണ് കേട്ടോ ഫേഷ്യലൊക്കെ. ഞാൻ അങ്ങനെ മുഖത്ത് വല്ലാതെ അങ്ങനെ പണി എടുക്കലില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ഒരു ഐഡിയ ഒന്നും ഇല്ല. എന്നാലും ഞങ്ങൾ ഓലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു സജസ്റ്റ് ചെയ്ത് ഒരു ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിപ്പോൾ എന്തെങ്കിലും മറന്നു കിട്ടോ. അങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്ത് ഞങ്ങൾ സുന്ദരി കുട്ടികളായി ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. പക്ഷേ ചെയ്ത അപ്പം നമുക്ക് അത്ര റിസൾട്ട് വരില്ല. ഒരു 2 ദിവസം കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ ഫേസിൽ. മേക്കപ്പിൻ്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ റെൻ്റൽ ഷോപ്പിൽ കയറിയാണ്. നമുക്ക് അറബിക് നൈറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ റെൻ്റിലെടുത്ത് ശേഷം മക്കൾക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി പുറത്തിറങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക വണ്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി നേരെ വീട്ടിലേക്കാണ് ഇനി പോകുന്നത്. പിന്നെ വെഡ്ഡിങ് പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. ഏകദേശം നമ്മളെല്ലാ പർച്ചേസും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല. ഇനി പർച്ചേസിങ്ങിൻ്റെ ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ കഴിഞ്ഞില്ല. എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അങ്ങോട്ട് എല്ലാവരും ഈ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബോറടിപ്പിക്കണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഉള്ളത് കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. ഇതൊക്കെ ഒരു 5-6 മിനിറ്റിലുള്ള വീഡിയോസൊക്കെ ഉള്ളൂ. പിന്നെ രാവിലെ ഓലെയും പന്തലിടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പന്തൽ പണിക്കാരുണ്ടായിനെ. അപ്പോൾ പന്തൽപ്പണി ജസ്റ്റ് ഇങ്ങനെ പായ വിരിച്ച് വിട്ടാണ്. പിന്നെ കർട്ടന് ഓല് സെറ്റാക്കിയിട്ട് ഓല് പോകുന്നുണ്ട്. പിന്നെ വലിയ പന്തൽ ഇടുന്നില്ല. നമ്മൾ ഫങ്ഷനൊക്കെ വരുന്നത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഒരു ഫ്രണ്ടിൽ മാത്രം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയൊരു പന്തലാണ് വിചാരിച്ചത്. പിന്നെ സ്റ്റേജും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേജിൻ്റെ പണിക്കാർ വന്നില്ല, ഓല് പന്തൽ പണി കഴിഞ്ഞിട്ട് വരാറിന്. പിന്നെ അപ്പോൾ നമ്മളടുത്തുള്ള ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചട്ടിയും കലമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എത്രയോ ദിവസമായി പറയുന്ന ഒരു കലം വാങ്ങിക്കണം, കലം പൊട്ടിപ്പോയിട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കലമൊക്കെ മേടിച്ച് പന്തൽ പണിക്കാരുള്ളത് കൊണ്ട് തന്നെ ഓൾക്ക് ഫുഡ് വേണ്ടിയിരുന്നു കേട്ടോ. 10 മണിക്ക് ഒരു ചായ കൊടുക്കണം, അതായത് പൂളയും ചോറും കറിയും കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വിളമ്പി വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ പൂള ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് കാത്തിരിക്കുകയാണ് കേട്ടോ വേണമെന്നും പറഞ്ഞ്. പിന്നെ അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഉച്ചക്കലേക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. അങ്ങനെ ഞാൻ വേഗം പണിയൊക്കെ തീർത്ത് വേഗം കുളിച്ച് പിന്നെ അറബിക് നൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് റെഡി ആവണമല്ലോ. അപ്പോൾ എല്ലാവരും ബ്ലാക്ക് പർദ്ദയും തലയിൽ ആ ഒരു ഇതുവാട്ടോ വെക്കുന്നത്. അങ്ങനെ എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഓരോരുത്തർ എത്തിക്കുന്നു. കുറച്ച് ആൾക്കാരൊക്കെ അവിടേക്ക് എത്താமல் ഷൂട്ട് ചെയ്യുന്ന വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ പണിക്കാരുണ്ട്, പന്തൽ പണി എല്ലാം കൂടെ ഒരു ജഗ പോകുക. ഇനി എല്ലായിടത്തേക്കും ഞാൻ എത്തിപ്പെടുകയും വേണം. എങ്ങനെ ഭയങ്കര ടയേർഡായിരിക്കുന്നു കേട്ടോ. കല്യാണം കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലായത്. അപ്പം നമ്മളിതാ വീടെത്തിട്ടോ. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 ആൾക്കാർ വരാനുണ്ട്. അതായത് അമ്മോൻ്റെ 2 മക്കൾ വരാനുണ്ട് കേട്ടോ, മാമൻ്റെ. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിമേലുള്ളതെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. തലയിൽ ഇനി ആ ഒരു ക്യാപ്പ് കൂടി വെക്കണം. മെനിയാന്ന് ഗ്രൂം ട്യൂബ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഷോർട്സ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിനെ. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഇട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനെ ദാ മാമൻ 2 മക്കളും വന്നിട്ടുണ്ട്. ഓൾക്ക് പരിചയമില്ലാത്തൊരു ഏരിയയും കൊണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് പോയി നിന്നെടുത്തിട്ടോ, വഴി അറിയാഞ്ഞിട്ട്. അങ്ങനെ ദാ എല്ലാവരും റെഡി ആയിട്ടോ. അനിയനാണെങ്കിൽ ആ ഒരു സംഭവം ഒന്നും തലയിൽ വെക്കൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടോ ഞാൻ നിർബന്ധിച്ച് വെക്കിച്ചതാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഓരോ ചെറിയ ഷോട്ടൊക്കെ ഞാൻ ഇതിലാക്കിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഓനിങ്ങനെ പറഞ്ഞു തരാൻ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക. ഓരോ ഷോട്ട് എടുക്കണം, നല്ല പണിയുണ്ട് കേട്ടോ. വിചാരിച്ച പോലൊന്നുമല്ല. പിന്നെ മഴ ഇല്ലാതെ നിന്നാൽ നല്ലതാണെന്ന് വിചാരിച്ച് ഭയങ്കര ഒരു സന്തോഷമായി. മഴ ആ സമയത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല രസമായിരുന്നു. കുറേ ചിരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്
പിന്നെ ഇതൊക്കെ വീഡിയോ എടുത്താക്കണ പോലെ സമ്മതിക്കാനും ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുത്തിടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് എഫേർട്ട് ഉണ്ട് ഇതിൻ്റെ പിറകിൽ. പിന്നെ ഞാനാണെങ്കിൽ ധ്വനി കൊണ്ടുപോയി പോയത്, കാരണം വീട്ടിൽ വെച്ച് പോരാനുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഓരോന്ന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നോട് പറഞ്ഞ് ധ്വനെ കൊണ്ടുപോയിക്കോന്ന് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ക്ലിപ്പൊക്കെ കിട്ടിയാൽ പിന്നെ എല്ലാവർക്കും ഒന്ന് മടുത്തിക്കണം കേട്ടോ, അതൊന്ന് കഴിച്ചറിഞ്ഞാൽ മതി എന്നായി. പിന്നെ ഞങ്ങൾ നടത്താൻ കണ്ടപ്പോൾ അരിച്ചാക്കൊക്കെ തലയിൽ വെച്ച് നടക്കുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടോ. പിന്നെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും.